മറയൂർ പഞ്ചായത്തിലെ കുമിട്ടാംകുഴി ഗോത്രമൃഗ കോളനിയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണത്തിന് ആദ്യ ഗഡു അനുവദിക്കുകയും പിന്നീട് ബാക്കി തുക അനുവദിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തതോടെ പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ സന്ദർശിച്ച അഡ്വക്കേറ്റ് എ രാജ MLA വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമേ തുടർന്നുള്ള തുക എങ്ങനെ നൽകാമെന്ന തീരുമാനമെടുക്കാവെന്നും MLA മറയൂരിൽ പറഞ്ഞു. ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങളുടെ ദുരിതം കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ലൈഫ് മിഷനിൽ ആദ്യ ഗഡു അനുവദിച്ചു. 6ഓളം കുടുംബങ്ങൾക്ക് അനുവദിച്ച ആദ്യ ഗഡു കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള ഗഡു എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഗഡു കൊടുത്താൽ മാത്രമേ പണി ആരംഭിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കണ്ട് സ്ഥലം സന്ദർശിച്ചു. ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടർ ഇവിടെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗഡു കൊടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ള ഗഡു കൂടെ കൊടുത്ത് പണി പൂർത്തീകരിക്കണം. അപ്പോൾ മനസ്സിലാക്കിയത് നേരത്തെ കൊടുത്തിട്ട് പിന്നെ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവർക്ക് മറ്റുള്ള സ്ഥലത്ത് പട്ടയ സ്ഥലങ്ങളുണ്ട്. പട്ടയ സ്ഥലം മാത്രമല്ല അവിടെയുള്ള വീടിന് മെയിൻ്റനൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിൽ പെടത്തില്ല, ലൈഫിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം പറ്റും എന്നുള്ള നിലയ്ക്ക് ഇന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു തീരുമാനം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രമേ ഇനി തുടർന്നുള്ള ഗഡുകൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സന്ദർശനമായിരുന്നു.